Hi. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മേജർ പേപ്പർ പ്രോസിലെ രണ്ട് യൂണിറ്റ് ആണ് നമ്മൾ സെക്കൻഡ് യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ രണ്ട് എസ്സേസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ചാൾസ് ലാംപിന്റെ പുവർ റിലേഷൻസ് എന്ന് പറഞ്ഞ എസ്സേയും ആൻഡ് വില്യം ഹാസ്ലിറ്റിന്റെ ദ ഫൈറ്റ് എന്ന് പറഞ്ഞ എസ്സേ ആണ് സെക്കൻഡ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. So let us discuss in detail about these two essays. Okay. So first namukku poor relations, Charles Lamb poor relations ennu parna essay nokam. So about the author parayanengil Charles Lamb, one of the most prominent and shining figures in the essay writing, was born on February 10th, 1775. 1775 February 10th നാണ് ചാൾസ് ലാംബ് എന്ന് പറഞ്ഞ വ്യക്തി ജനിച്ചത്. അദ്ദേഹം essay writing ലെ ഒരു prominent and ഒരു shining figure ആയിരുന്നു ആ കാലഘട്ടത്തിൽ. And he is a well-known English poet and dominating essayist and antiquarian. So അദ്ദേഹം അതേകാലത്ത് essayist ആയിരുന്നു. അതേപോലെ തന്നെ he was a well-known English poet and also a dominating essayist and antiquarian. And among the prose work, his essays are regarded as the most premium and best work in English literature. So English literature le thanne most premium aayittulla best work aayittu consider cheyyappedunnathu iddehathinte essays aanu the best works aayittu consider cheyyappedunnathu. And wisdom, humor, humanity, pathos are best reflected in his work and make readers appreciate his work from the core of their hearts. So wisdom, humor, humanity, pathos എന്ന് പറഞ്ഞാൽ അനുകമ്പ. സോ ഇതെല്ലാം ഈ തീംസ് എല്ലാം നല്ലവണ്ണം അദ്ദേഹത്തിന്റെ വേർഡ്സിൽ കൂടെയും അദ്ദേഹത്തിന്റെ വർക്ക്സിൽ കൂടെ റിഫ്ലക്ട് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട്. ഈ ഓരോ തീംസ് എല്ലാം എല്ലാ റീഡേഴ്സിന്റെ മനസ്സിലും ഒരു മാർക്ക് പതിക്കാൻ, ഈ എല്ലാ തീംസിലും ഓരോ മാർക്ക് പതിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. And the two collections of his essays, the essays of Elia and the last essays of Elia, were published in 1828 and 1833 respectively. So the essays of Elia ennu parna collection of essay 1828 ilum, the last essays of Elia ennu parna collection of essays 1833 ilum അദ്ദേഹം publish ചെയ്തു. And a unique combination of wit, anecdote, fancy and reflection is present in his essays. So wit, anecdote, fancy and reflection ഈ ഒരു themes എല്ലാം അദ്ദേഹത്തിന്റെ wisdom, humor, humanity, pathos ഈ ഒരു ഇമോഷൻസ് ആണ് ഇദ്ദേഹത്തിന്റെ എസ്സേസിൽ കൂടുതലായിട്ടും റിഫ്ലക്ട് ചെയ്ത് വന്നിരുന്നത്. അതേപോലെ തന്നെ വിറ്റ് കലർന്നിട്ടുള്ള, തമാശ കലർന്ന്, ഒരു കോമഡി കലർന്ന്, അല്ലെങ്കിൽ ഒരു സെറ്റയർ കലർന്ന്, ഒരു ഫാൻസി കലർന്ന്, സൊസൈറ്റിയുടെ റിഫ്ലക്ഷൻ ആയിട്ടുള്ള എസ്സേസ് എല്ലാം പലതും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആൻഡ് ഹി ഡൈഡ് ഓൺ 27 December 1834. സോ ഇതാണ് നമുക്ക് ചാൾസ് ലാംബിനെ പറ്റി പറയാനുള്ളത്. ആൻഡ് നമുക്ക് പുവർ റിലേഷൻസ് എന്ന് പറഞ്ഞ എസ്സേ എന്താണെന്ന് നോക്കാം. സോ ഈ എസ്സേയിൽ മെയിൻ ആയിട്ട് ഹ്യൂമൻ റിലേഷൻസിനെ പറ്റി, ഹ്യൂമൻ റിലേഷൻസിനല്ല മെയിൻ ആയിട്ട് എന്താന്ന് വെച്ചാൽ ഒരു പുവർ റിലേഷൻസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് താല്പര്യമില്ലാത്ത തരത്തിലുള്ള റിലേഷൻസ്, അതായത് നമുക്ക് റിലേറ്റീവ്സ് ആയിരിക്കാം, പക്ഷെ എന്താണ് അവരോട് ബന്ധം പുലർത്താൻ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. സോ അങ്ങനത്തെ ഒരു റിലേഷൻസ്, അങ്ങനത്തെ ഒരു ആൾക്കാരെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന, ഒരു ഹ്യൂമറസ് വേയിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു എസ്സേ ആണ് പുവർ റിലേഷൻസ് എന്ന് പറഞ്ഞ എസ്സേ. So Lamb opens the essay in a humorous way by listing some of his views and thoughts regarding a poor relation without any praises and compliments. So a poor relations ne patti ഒരു ഹ്യൂമറസ് വേയിലാണ് അദ്ദേഹത്തിന്റെ ഈ പുവർ റിലേഷൻസിനെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ വ്യൂസും അദ്ദേഹത്തിന്റെ തോട്ട്സും എല്ലാം ഒരു ഹ്യൂമറസ് വേയില് വളരെ പ്രൈസും അല്ലെങ്കിൽ കോംപ്ലിമെന്റും ഒന്നും ഇല്ലാതെ ഭയങ്കര ഹ്യൂമറസ് ആയിട്ട് ഭയങ്കര കളിയാക്കിക്കൊണ്ടാണ് ലാംബ് ഈ എസ്സേ തന്നെ തുടങ്ങുന്നത്. And according to him, a poor relation is the most irrelevant thing in the world, that is extremely unpleasant and is the one you don't want to listen from. So അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുവർ റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്, അതാണ് ഈ വേൾഡിലെ തന്നെ ഭയങ്കര ഇറലവന്റ് ആയിട്ട്,
മീൻസ് തീരെ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ഒരു സംഭവം എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പൂവർ റിലേഷൻ ആണ് എന്നാണ് പറയുന്നത്. ഈ പൂവർ റിലേഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവം ഇറ്റ് ഈസ് എക്സ്ട്രീംലി അൺപ്ലസന്റ്. നമുക്ക് ഒരു തരത്തിലും സന്തോഷം തരില്ല, അല്ലെങ്കിൽ ഒരു തരത്തിലും നല്ല കാര്യമല്ലാത്ത ഒരു സംഭവമാണ് നമ്മുടെ ഓരോരുത്തരുടെയും പൂവർ റിലേഷൻസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് ഓൾസോ ഇവർ പറയുന്നതൊന്നും, ഈ പൂവർ റിലേറ്റീവ്സ് അല്ലെങ്കിൽ പൂവർ റിലേഷൻസ് പറയുന്നതൊന്നും നമുക്ക് കേൾക്കാനോ താല്പര്യം ഉണ്ടാവില്ല, നമുക്ക് അവരുടെ അടുത്ത് സംസാരിക്കാനോ താല്പര്യം ഉണ്ടാവില്ല. സോ അങ്ങനത്തെ ഒരു ഭയങ്കര ഇറലവന്റ് ആയിട്ടുള്ള, ഭയങ്കര അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നൽകുന്ന ഒരു സംഭവമാണ് ഈ പൂവർ റിലേഷൻസ് അല്ലെങ്കിൽ പൂവർ റിലേറ്റീവ്സ് എന്നാണ് അദ്ദേഹം പറയുന്നത്. And they are groove on your purse, an absurd shadow that always follows you, the one you don't want to remember, an embarrassment, something one's enemy can enjoy, an apology for friends, inconvenience, imperfection on the life, and annoying. So ഭയങ്കര annoying ആയിട്ടുള്ള, നമുക്ക് എപ്പോഴും ഓർത്തിരിക്കാൻ താല്പര്യമില്ലാത്ത തരത്തില്, അല്ലെങ്കിൽ നമ്മുടെ ശത്രുവിന് പറഞ്ഞ് സന്തോഷിക്കാൻ തരത്തിലുള്ള ഒരു റിലേഷൻ ആണ് ഈ പൂവർ റിലേഷൻ. അങ്ങനത്തെ ടൈപ്പ് റിലേഷൻസ് ആണ് ഈ പൂവർ റിലേഷൻസ് എന്ന് പറഞ്ഞ ലാംബ് പറയുന്നത്. സോ അവരെ പറ്റിയൊന്നും നമുക്ക് സംസാരിക്കാനോ നമുക്കൊന്ന് ആലോചിക്കാൻ പോലും താല്പര്യമില്ലാത്ത തരത്തിലുള്ള റിലേഷൻസ് ആണ് ഈ പൂവർ റിലേഷൻസ് എന്നാണ് ലാംബ് പറയുന്നത്. And indeed, these are the blunt comments upon a poor relation. However, it possesses a comic intent that exaggerates the writer's thoughts. സോ ഇതെല്ലാം ഇദ്ദേഹം ഈ എസ്സേയിൽ കൂടെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നതെല്ലാം ആ ഒരു പൂവർ റിലേഷനോടുള്ള ഒരു അദ്ദേഹത്തിന് ആ പൂവർ റിലേഷനെ പറ്റിയുള്ള അഭിപ്രായങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിലെല്ലാം ഒരു കോമിക് ഒരു എലമെന്റ് ചേർത്ത് വെച്ചിട്ട് അദ്ദേഹത്തിന്റെ തോട്ട്സിനെ എല്ലാം ഒരു കോമിക് എലമെന്റ് ആഡ് ചെയ്തിട്ട് അതിനെ എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞ ഒരു എസ്സേ ആണ് ഈ പൂവർ റിലേഷൻസ് എന്ന് പറഞ്ഞ എസ്സേ. സോ സെക്കൻഡ് പാരഗ്രാഫ് തുടങ്ങുമ്പോ തൊട്ട് ലാംബ് അദ്ദേഹത്തിന് പരിചയമുള്ള കുറച്ച് പൂവർ റിലേറ്റീവ്സ് അല്ലെങ്കിൽ കുറച്ച് ഇങ്ങനത്തെ ഒരു പൂവർ റിലേഷൻസ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ പെടുത്താവുന്ന കുറച്ച് പേരെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ് ലാംബ് അടുത്ത പാരഗ്രാഫ്സിലെല്ലാം ചെയ്തിരിക്കുന്നത്. സോ സെക്കൻഡ് പാരഗ്രാഫിൽ ഇതേപോലെ ഒരു പൂവർ റിലേഷനെ പറ്റിയുള്ള ഒരു സ്റ്റോറിയാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദിസ് മാൻ is known by his knocking style. സോ ആ ഒരു വ്യക്തി, ആ ഒരു പൂർ റിലേറ്റീവിനെ പറ്റി അദ്ദേഹം പറയാണ്. ആ ഒരു വ്യക്തിയുടെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ സ്റ്റൈൽ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് നമുക്ക് പെട്ടെന്ന് അദ്ദേഹത്തിന് നോക്കിംഗ് സ്റ്റൈൽ വെച്ച് മനസ്സിലാക്കാം. കഥയിൽ തട്ടുന്ന ആ ഒരു സ്റ്റൈൽ വെച്ച് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം വന്നിരിക്കുന്നത് ഈ വ്യക്തിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. സോ ഹി ഈസ് നോൺ ബൈ ഹിസ് നോക്കിംഗ് സ്റ്റൈൽ എന്നാണ് ലാംബ് പറയുന്നത്. ആൻഡ് വെൻ ഹി നോക്സ് ഓൺ ദ ഡോർ ബൈ ദ ഫസ്റ്റ് ഗസ്റ്റ് you know that is Mr. Dash, a poor relative. അദ്ദേഹം ആ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. സോ അദ്ദേഹം ഇവിടെ മിസ്റ്റർ ഡാഷ് എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. സോ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് ഉണ്ട് എന്ന് അറിഞ്ഞാൽ തന്നെ ആ വ്യക്തി, ഈ മിസ്റ്റർ ഡാഷ് എന്ന് പറഞ്ഞ വ്യക്തി നമ്മുടെ വീട്ടിലോട്ട് വന്നിരിക്കും. സോ വന്നിട്ട് പെട്ടെന്ന് ഡോറ് നോക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ മിസ്റ്റർ ഡാഷ് ആണ് വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും എന്നാണ് ലാംബ് പറയുന്നത്. So this man arrives with two contrasting things. A familiarity, that is, he acts in such a way as if he is a close friend, and embarrassment, that is, being poor makes him feel embarrassed. So ഈ മിസ്റ്റർ ഡാഷ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം വരുമ്പോ തന്നെ നമ്മൾ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ നോക്കിംഗ് സ്റ്റൈൽ വെച്ചിട്ട് തന്നെ അത് ആരാണ് വന്നിരിക്കുന്നത്, അത് വന്നിരിക്കുന്നത് മിസ്റ്റർ ഡാഷ് ആണ് എന്നുള്ളത് നമുക്ക് വീട്ടിലിരിക്കുന്നവർക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇദ്ദേഹം വരുന്നത്, ഈ മിസ്റ്റർ ഡാഷ് വരുന്നത് രണ്ട് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ രണ്ട് ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് ഇദ്ദേഹം വരുന്നത്. ഒന്ന് ഫെമിലിയാരിറ്റി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ വളരെ ക്ലോസ് ഫ്രണ്ട് ആണ് എന്നുള്ള തരത്തിലാണ് ഈ മിസ്റ്റർ ഡാഷ് നമ്മളോട് പെരുമാറുന്നത്. നമ്മളോട് എന്ന് വെച്ചാൽ ലാംബിന്റെ ഒരു പൂർ റിലേറ്റീവ് ആണ്. സോ അദ്ദേഹത്തിനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ മിസ്റ്റർ ഡാഷ് വരുമ്പോ അദ്ദേഹത്തിന്റെ ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം വരുമ്പോ തന്നെ ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയെ പോലെയാണ് പെരുമാറുന്നത്. കാരണം അദ്ദേഹം ലാംബിനോട് അല്ലെങ്കിൽ ആ വീട്ടിലുള്ളവരോട് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ആണ് എന്നുള്ള തരത്തിലാണ് പെരുമാറുന്നത് എന്നാണ് ലാംബ് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ വേറൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ എംബറാസ്മെന്റ്. ഹി ഫീൽസ് എംബറാസ്ഡ് ഫോർ എവറിത്തിങ്. അതായത് അദ്ദേഹം ഭയങ്കര പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. പാവപ്പെട്ടെന്ന് വെച്ചാൽ ഫിനാൻഷ്യലി ബാക്ക്ഗ്രൗണ്ട് വളരെ മോശമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. സോ അദ്ദേഹത്തിന്റെ
ആ ഒരു ഫൈനാൻഷ്യൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അദ്ദേഹത്തിന് എപ്പോഴും എംബറാസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യിപ്പിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. സോ ഈ രണ്ട് കോൺട്രാസ്റ്റിംഗ് തിങ്സ് ആണ് ആ വ്യക്തി കൂടെ കൊണ്ട് നടക്കുന്ന രണ്ട് കോൺട്രാസ്റ്റിംഗ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. The poor relation never arrives on the open days, but always shows up when you have someone at the dinner. Lamb exaggerates his manner, the way he acts. He is in one way too familiar, while in one way too diffident and shy. സോ ലാമ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ മിസ്റ്റർ ഡാഷ് എന്ന് പറഞ്ഞ വ്യക്തി നോർമൽ ദിവസങ്ങളിലൊന്നും വീട്ടിലോട്ട് വരാറില്ല. പക്ഷെ വരുന്നത് എപ്പോഴാണ്, ആരെങ്കിലും ഏതെങ്കിലും ഒരു ഗസ്റ്റ് തന്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, ഡിന്നറിനോ അല്ലെങ്കിൽ ലഞ്ചിനോ ഏതെങ്കിലും ഒരു ഗസ്റ്റ് വീട്ടിലോട്ട് വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഈ മിസ്റ്റർ ഡാഷ് എന്ന് പറഞ്ഞ വ്യക്തി അവരുടെ വീട്ടിലോട്ട് വരും. സോ അതാണ് അദ്ദേഹത്തിന്റെ ഭയങ്കരമായിട്ട് എംബ്രേസ് ചെയ്യിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അതാണ്. സോ നോർമൽ ആയിട്ടുള്ള ദിവസങ്ങളൊന്നും വരില്ല. അദ്ദേഹം ഏതെങ്കിലും ഒരു ഗസ്റ്റ് ഒരു ഡിന്നറിനോ ഒരു ലഞ്ചിനോ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഈ മിസ്റ്റർ ഡാഷ് എന്ന് പറഞ്ഞ വ്യക്തി ഈ വീട്ടിലോട്ട് വരും. അങ്ങനെ വീട്ടിലോട്ട് വന്ന് അദ്ദേഹം ഭയങ്കര പരിചയമുള്ള ഭയങ്കര ക്ലോസ് ഫ്രണ്ട് എന്നുള്ള തരത്തിൽ പെരുമാറും. പക്ഷെ അതേസമയം അദ്ദേഹത്തിന് ആ എംബ്രാസ്മെന്റ്, താൻ ഒരു പാവപ്പെട്ടവനാണ് എന്നുള്ള ഒരു എംബ്രാസ്മെന്റും അദ്ദേഹത്തിന്റെ സംസാരത്തിലും എല്ലാത്തിലും ഉണ്ടാവും എന്നാണ് ലാംബ് പറയുന്നത്. ആൻഡ് ലാംബ് ഓൾസോ അദ്ദേഹം പെരുമാറുന്ന രീതിയെല്ലാം ഭയങ്കര എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എങ്ങനെയൊക്കെയാണ് പെരുമാറുക, എങ്ങനെയൊക്കെയാണ് സംസാരിക്കുക എന്നുള്ളതെല്ലാം ലാംബ് ഭയങ്കര എക്സാജറേറ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒരു തരത്തില് അദ്ദേഹം ഭയങ്കര ഫെമിലിയർ ആയിട്ട് നമുക്ക് കാണാം. പക്ഷെ അതേ സമയം തന്നെ ഭയങ്കര ഷൈ ആയി ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് ബാക്കിയുള്ളവരെല്ലാം എല്ലാം ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും എന്നാണ് ലാംബ് മിസ്റ്റർ ഡാഷ് എന്ന് പറഞ്ഞ വ്യക്തിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തത്. ഹി ഈസ് എ പുവർ റിലേഷൻ ടു ലാംബ്. സോ the servants get confused how to serve him, while the guest whom you invited for the dinner wonders about him. So അപ്പൊ ഈ മിസ്റ്റർ ഡാഷ് എന്ന് പറഞ്ഞ വ്യക്തി വന്നു കഴിഞ്ഞാൽ ഈ സെർവൻസ് എല്ലാം ഈ മിസ്റ്റർ ഡാഷിനെ എങ്ങനെയാണ് സെർവ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും. കാരണം ഇദ്ദേഹം ഭയങ്കര ഡിഫറെന്റ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. സോ എന്താണ് എങ്ങനെയാണ് സെർവ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇവർക്ക് മനസ്സിലാവുന്നില്ല. ആൻഡ് അതേപോലെ തന്നെ ഗസ്റ്റ്, നമ്മുടെ വീട്ടിലോട്ട് വന്നിരിക്കുന്ന ഗസ്റ്റ് എല്ലാം ഇദ്ദേഹം എന്താണ് പറയുന്നത്, എന്താണ് ചെയ്യുന്നത് എന്നതിനെ പറ്റി ഇവർക്കും ഒരു ഐഡിയ ഉണ്ടാവില്ല. സോ they wonders about him and he fetches the old family stories in a wrong in order to make a good conversation. അതേപോലെ തന്നെ പഴയ ഫാമിലി സ്റ്റോറീസ് ഓരോ കാര്യങ്ങളെല്ലാം ഭയങ്കര റോങ് ആയിട്ടുള്ള ഒരു വേയിലാണ് അദ്ദേഹം എക്സ്പ്രസ് ചെയ്യുന്നത്. അത് അദ്ദേഹം വിചാരിക്കുന്നത് താൻ ഒരു ഗുഡ് കോൺവെർസേഷൻ ആണ് ഇവരെ അടുത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മിസ്റ്റർ ഡാഷ് വിചാരിക്കുന്നത്. പക്ഷെ അതൊരു റോങ് വേയിലാണ് ചെന്ന് അവസാനിക്കുന്നത്. ആൻഡ് ഹൗവർ ദേ ആർ ഓൾവേസ് ബ്രോട്ട് ഇൻ എ റോങ് ടൈം ആൻഡ് ആർ അൺറീസണബിൾ. ആവശ്യമില്ലാത്ത സമയത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഫാമിലി സ്റ്റോറീസ് എല്ലാം എടുത്തിട്ട് ഭയങ്കര ഗുഡ് കോൺവെർസേഷൻ ഉണ്ടാക്കുകയാണെന്നുള്ള ലെവലിലാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. പക്ഷെ അതെല്ലാം ഭയങ്കര റോങ് ടൈമിൽ ഭയങ്കര റോങ് അൺറീസണബിൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഇദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മിസ്റ്റർ ഡാഷ് എന്ന് പറഞ്ഞ വ്യക്തി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കമന്റ്സ് ഓവർ ഈച്ച് ആൻഡ് എവറിത്തിങ്, എല്ലാ കാര്യത്തിനെ പറ്റിയും അദ്ദേഹത്തിന് ഒരു കമന്റ് ഉണ്ടാവും. സോ ഏത് മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്താലും അദ്ദേഹത്തിന് അതിനെ പറ്റി ഒരു കമന്റ് ഉണ്ടായിരിക്കും. ഫോർ ഇൻസ്റ്റൻസ്, he will inquire you about your furniture price and will make you feel insulting for window curtain. സോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നതിന് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഫേർണിച്ചറിന്റെ പ്രൈസ്, ഗസ്റ്റിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഫേർണിച്ചറിന്റെ പ്രൈസ് എത്രയാണ്, ഈ വിൻഡോ കർട്ടൻ എന്തിനാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്, അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര ഇൻസൾട്ടിങ് ആയിട്ട് സംസാരിക്കും. അദ്ദേഹം ഭയങ്കര പാവപ്പെട്ടവനാണ് എന്നുണ്ടെങ്കിൽ കൂടി ബാക്കിയുള്ളവരെ ഫേർണിച്ചർ പ്രൈസിനെ പറ്റിയും ഭയങ്കര ബാക്കി എല്ലാ കാര്യത്തിലും ഭയങ്കര ഇൻസൾട്ടഡ് ആയിട്ട് ആ വീട്ടിലുള്ളവരെ ഭയങ്കര ഇൻസൾട്ടഡ് ആയിട്ട് സംസാരിക്കുന്ന ഒരു ടൈപ്പ് ക്യാരക്ടറാണ് മിസ്റ്റർ ഡാഷ് എന്ന് പറഞ്ഞ വ്യക്തി. ആൻഡ് ദ കോൺവെർസേഷൻ ആൻഡ് കോംപ്ലിമെന്റ്സ് ഓഫ് സച്ച് എ പുവർ റിലേറ്റീവ് ആർ ട്രബിൾ ആൻഡ് പെർവേഴ്സ് ആൻഡ് ഇറിറ്റേറ്റ് ദ ഹോസ്റ്റ്. സോ ഇങ്ങനത്തെ ആ ഒരു കോൺവെർസേഷൻ ഗസ്റ്റിന്റെ ഫ്രണ്ടിൽ വെച്ച് ഇങ്ങനെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടും ഭയങ്കര ഇൻസൾട്ടഡ് ആയിട്ടും സംസാരിച്ചു കഴിഞ്ഞാൽ ഇത് ഓൾസോ ഹോസ്റ്റിനും നമ്മുടെ വീട്ടിലുള്ളവർക്കും അതേപോലെ തന്നെ ഗസ്റ്റിനും ഈക്വലി ഇറിറ്റേറ്റിംഗ് ആണ് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് എന്നാണ് ലാംബ് പറയുന്നത്. ആൻഡ് ഇൻ ഷോർട്ട്, their presence is highly awkward and he left. The host moves his chair into the corner and take a sigh of relief. He is a person who never fits in, but you cannot get rid of him. So ഇദ്ദേഹം ഈ വ്യക്തി മിസ്റ്റർ ഡാഷ് എന്ന് പറഞ്ഞ വ്യക്തി വീട്ടിലൊന്ന് പോയി കഴിഞ്ഞാൽ
അവിടുത്തെ വീട്ടുകാർക്ക് ഒരു കോർണറിൽ ഒരു ചെയറിട്ട് പോയിരുന്ന സമാധാനം, ആൾ പോയല്ലോ എന്ന് പറഞ്ഞ് സമാധാനിക്കാൻ ഉള്ള അങ്ങനത്തെ ഒരു ടൈപ്പ് ക്യാരക്ടറാണ് ഇദ്ദേഹം എന്നാണ് ലാംബ് പറയുന്നത്. ഈ എല്ലാ വീട്ടിലും ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടാവും, അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം പേര് പറയാതെ മിസ്റ്റർ ഡാഷ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ആൻഡ് ഓൾസോ ഇങ്ങനത്തെ ഒരു വ്യക്തി എന്താണ്, നമുക്ക് ചേരുന്ന ഒരു വ്യക്തിയല്ല, നമ്മുടെ ക്യാരക്ടറിന് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് ചേരുന്ന ഒരു വ്യക്തിയല്ല. പക്ഷെ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക, നമുക്ക് അയാളെ വിട്ടിട്ട് പോരാനോ അയാളെ നമ്മുടെ വീട്ടിൽ നിന്ന് നീക്കി നിർത്താനോ നമുക്ക് കഴിയാത്ത തരത്തിലുള്ള ഒരു വ്യക്തിയായിരിക്കും അദ്ദേഹം. സോ ഇങ്ങനത്തെ ഒരു വ്യക്തി എന്തായാലും ഒരു പുവർ റിലേഷൻ ആണ് എന്നാണ് ലാംബ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ഒരു പുവർ വുമൻ റിലേഷനെ പറ്റിയിട്ട് ലാംബ് എക്സ്പ്ലെയിൻ ചെയ്യാണ്. സോ ലാംബ് പറയുന്നത് എന്താന്ന് വെച്ചാൽ മെയിൽ പുവർ റിലേറ്റീവ്സിനെക്കാളും വേഴ്സ് ആണ് ഫീമെയിൽ പുവർ റിലേറ്റീവ്സ് എന്നാണ് ലാംബ് പറയുന്നത്. ഹി ക്ലെയിംസ് ദാറ്റ് female poor relative is even worse than the male poor relative as described in the previous paragraph. So ഈ മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞ ആ മെയിൽ പുവർ റിലേറ്റീവിനേക്കാളും ഭയങ്കര വേഴ്സ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണ് ഇനി പറയാൻ പോകുന്ന ഫീമെയിൽ പുവർ റിലേറ്റീവ് എന്ന് പറഞ്ഞ ക്യാരക്ടർ. സോ ദ ഫീമെയിൽ പുവർ finds it harder to hide her financial status and act as slightly strange and unconventional way, and the host is totally helpless in front of her. സോ ലാംബ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഫീമെയിൽ പുവർ റിലേറ്റീവ് എന്ന് പറഞ്ഞ ആ വ്യക്തി, ആ ഫീമെയിൽ പുവർ റിലേറ്റീവ് അവരുടെ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റസ് ഭയങ്കര മോശമാണ്. പക്ഷെ ആ ഫൈനാൻഷ്യൽ സ്റ്റേറ്റസ് ഭയങ്കര മോശമാണ് എന്നുള്ളത് ആ ഗസ്റ്റിന്റെ ഫ്രണ്ടിലോ ബാക്കിയുള്ളവരുടെ ഫ്രണ്ടിലോ അത് കാണിക്കാതെ ഇരിക്കാൻ ഈ ഫീമെയിൽ പുവർ റിലേറ്റീവിന് പറ്റുന്നില്ല. ആൻഡ് അതെല്ലാം പറഞ്ഞ് ഭയങ്കര അൺകൺവിൻഷണൽ ആയിട്ട് ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് ഈ ഇങ്ങനത്തെ ഒരു വ്യക്തിയുടെ അടുത്ത് നിന്ന് വരുന്നത് എന്നാണ് ലാംബ് പറയുന്നത്. ഷീ ഇസ് ഡ്രസ്ഡ് ഇൻ എ വേ ബിറ്റ്വീൻ എ ജെന്റിൽവുമൻ ആൻഡ് എ ബെഗർ. That is, the quality of the fabric is quite good, but is worn and is outdated. സോ അത് ഈ സ്ത്രീയുടെ ഡ്രസ്സിങ് എന്ന് പറയുന്നത് ഒരു ജെന്റിൽവുമന്റെയും ഒരു ബെഗറിന്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു ടൈപ്പ് ഡ്രസ്സിങ് ആയിരിക്കും ഈ വ്യക്തിയുടെ. കാരണം ആ ഫേബ്രിക്കിന്റെ ക്വാളിറ്റി ഭയങ്കര നല്ലതായിരിക്കും, പക്ഷെ പലവട്ടം അത് ഇട്ട് കീറി കളർ പോയി അങ്ങനത്തെ ടൈപ്പ് ഡ്രസ് ആയിരിക്കും ഇട്ടിട്ടുണ്ടാവുക. സോ ക്വാളിറ്റി ഓഫ് ഫേബ്രിക് വിൽ ബി ഗുഡ്, പക്ഷെ അത് കീറി പറഞ്ഞ് അങ്ങനത്തെ ഒരു ടൈപ്പ് ഡ്രസ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെയാണ് ഡ്രസ്സിങ് എന്ന് പറയുന്നത് ഒരു ജെന്റിൽവുമന്റെയും ഒരു ബെഗറിന്റെയും ഇടയിൽ നിൽക്കുന്ന ടൈപ്പ് ഒരു ഡ്രസ്സിംഗ് ആണ് ഈ വ്യക്തി ഫോളോ ചെയ്യുന്നത്. So moreover, the way she acts and her manners are even worse. So ചെയ്യുന്ന കാര്യങ്ങളും പറയുന്ന വാക്കുകളും എല്ലാം ആ മെയിൽ പുവർ റിലേറ്റീവ് മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞ മെയിൽ പുവർ റിലേറ്റീവിനേക്കാളും ഭയങ്കര മോശമായിട്ടുള്ള ഒരു ക്യാരക്ടർ ആണ് ഈ ഫീമെയിൽ പുവർ റിലേറ്റീവിന് എന്നാണ് ലാംബ് പറയുന്നത്. ആൻഡ് ബീങ് aware of her poor status, she acts too modest and abject that people take her for granted and consider her as worthless. For instance, everyone shows an inclination towards her, and even the governess, who is lower in rank than her, corrects her when she calls the piano a harpy show. സോ ക്യാരക്ടർ വൈസ് ആണെന്നുണ്ടെങ്കിലും എല്ലാവരെയും ഭയങ്കര ഗ്രാൻഡഡ് ആയിട്ട് എടുക്കും. സോ അവരെ പറ്റി നമുക്ക് എന്തും പറയാം, അല്ലെങ്കിൽ അവര് ഒരു പൈസക്ക് കൊള്ളാത്ത ആൾക്കാരാണ്. സോ അങ്ങനെയുള്ള ഒരു കൺസിഡറേഷൻ വെച്ചിട്ടാണ് ഈ വ്യക്തി സംസാരിക്കുന്നത്. സോ അങ്ങനെ ബാക്കി എല്ലാവരെയും വില കുറച്ച് കാണുന്നതും ആ വ്യക്തിയുടെ തന്നെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റസ് എന്ന് പറയുന്നത് ഭയങ്കര പുവറാണ്. പക്ഷെ എന്നാലും ബാക്കിയുള്ളവരെന്നെ എല്ലാം ഗ്രാൻഡഡ് ആയിട്ട് എടുത്തും ബാക്കിയുള്ളവരെന്നെ എല്ലാം വർത്ത്ലെസ് ആയിട്ട് കണക്കാക്കിയിട്ടാണ് ഈ വ്യക്തി ഈ ഫീമെയിൽ പുവർ റിലേറ്റീവ് എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയും സംസാരിക്കുന്നത് എന്നാണ് ലാംബ് പറയുന്നത്. സോ ഈ രണ്ട് പുവർ റിലേറ്റീവ്സിനെ പറ്റിയിട്ടാണ് ലാംബ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പാരഗ്രാഫിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ലാംബ് ഒരു സ്റ്റോറി, വേറെ ഒരു സ്റ്റോറിയാണ് നരേറ്റ് ചെയ്യുന്നത്. ആ സ്റ്റോറിയിലെ ക്യാരക്ടർ മിസ്റ്റർ ഡബ്ല്യു. അതിന് ക്യാരക്ടറിന് ഒരു പേര് പറഞ്ഞിരിക്കുന്നത് മിസ്റ്റർ ഡബ്ല്യു എന്നാണ് പേര് പറഞ്ഞിരിക്കുന്നത്. And story of Mr. W and relates it with Richard Hamlet, a character in Sir John Vanberg's comedy The Confederacy. So Sir John Vanbergന്റെ comedy drama ആയിട്ടുള്ള The Confederacy എന്ന് പറഞ്ഞ ഡ്രാമയിലെ ഒരു ക്യാരക്ടർ ആണ് റിച്ചാർഡ് ആംലെറ്റ്. ആ റിച്ചാർഡ് ആംലെറ്റിനോടാണ് മിസ്റ്റർ ഡബ്ല്യു എന്ന് പറയുന്ന ക്യാരക്ടറിനെ ലാംബ് കമ്പയർ ചെയ്യുന്നത്. സോ റിച്ചാർഡ് ആംലെറ്റ് എന്ന് പറയുന്ന ക്യാരക്ടർ മിസ്സസ് ആംലെറ്റിന്റെ സൺ ആണ്. Who's a rich, however a vulgar woman who stands as a hindrance in the path of her son to marry a rich lady.
സോ മിസ്സസ് ആംലെറ്റിന്റെ മകനാണ് റിച്ചാർഡ് ആംലെറ്റ് എന്ന് പറഞ്ഞ ക്യാരക്ടർ. മിസ്സസ് ആംലെറ്റ് എന്താണ് ചെയ്യുന്നത്, ഈ റിച്ചാർഡ് ആംലെറ്റിനെ ഒരു റിച്ച് ലേഡീനെ കല്യാണം കഴിക്കുന്നതിൽ തടഞ്ഞു നിർത്തുകയാണ് ഈ മിസ്സസ് ആംലെറ്റ് ചെയ്യുന്നത്. മിസ്സസ് ആംലെറ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു വൾഗർ വുമൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണ് മിസ്സസ് ആംലെറ്റ്. സോ മിസ്സസ് ആംലെറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ റിച്ചാർഡ് ആംലെറ്റിന് തന്റെ മകനെ ഒരു വെൽത്തി ആയിട്ടുള്ള ഒരു ലേഡീനെ, ഒരു റിച്ച് ആയിട്ടുള്ള ഒരു ലേഡീനെ കല്യാണം കഴിക്കുന്നതിൽ നിന്നും തടഞ്ഞു നിർത്തിയിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് മിസ്സസ് ആംലെറ്റ്. സോ ആ റിച്ചാർഡ് ആംലെറ്റിനോടാണ് മിസ്റ്റർ ഡബ്ല്യു എന്ന് പറയുന്ന ക്യാരക്ടറിനെ ലാംബ് കമ്പയർ ചെയ്തിരിക്കുന്നത്. Similarly, a real life Hamlet is the poor Mr. W who studied with Lamb and then went to Oxford University. ഈ മിസ്റ്റർ ഡബ്ല്യു എന്ന് പറയുന്ന ക്യാരക്ടറിനാണ് റിയൽ ലൈഫ് ഹാംലെറ്റ് ആയിട്ട് ലാംബ് കൺസിഡർ ചെയ്യുന്നത്. ഈ മിസ്റ്റർ ഡബ്ല്യു എന്ന് പറയുന്ന ക്യാരക്ടർ ഭയങ്കര പാവപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ലാംബിന്റെ കൂടെ പഠിച്ച ഒരു വ്യക്തിയാണ് മിസ്റ്റർ ഡബ്ല്യു എന്ന് പറയുന്ന വ്യക്തി. And Mr. W has had a highly proud personality and self-respect. മിസ്റ്റർ ഡബ്ല്യു എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഭയങ്കര നല്ലൊരു പേഴ്സണാലിറ്റി ഉണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ഹി പൊസസ്ഡ് എ ഹൈ സെൽഫ് റെസ്പെക്ട്. സോ സ്വയാഭിമാനം എന്ന് പറയുന്നത് മിസ്റ്റർ ഡബ്ല്യു എന്ന് പറഞ്ഞ വ്യക്തിക്ക് നല്ല കൂടുതൽ തന്നെയായിരുന്നു. ആൻഡ് ഹിസ് ഫാദർ വാസ് പുവർ ഹൗസ് പെയിന്റർ who settled next to Oxford with him. Mr. W, unable to tolerate his poverty, ran away from Oxford and joined the army, who was soon killed in the Portugal War. സോ ഈ മിസ്റ്റർ ഡബ്ല്യു എന്ന് പറയുന്ന വ്യക്തിയുടെ അച്ഛൻ ഒരു പാവപ്പെട്ട ഒരു ഹൗസ് പെയിന്റർ ആയിരുന്നു. ആൻഡ് ഓക്സ്ഫോർഡിനടുത്താണ് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം അവിടെയാണ് സെറ്റിൽ ആയിരിക്കുന്നത്. സോ മിസ്റ്റർ ഡബ്ല്യു എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പട്ടിണി അല്ലെങ്കിൽ ദാരിദ്ര്യം സഹിക്കാൻ വയ്യാതെ ഓക്സ്ഫോർഡിൽ നിന്ന് ഓടിപ്പോയി പെട്ടെന്ന് ആർമിയിൽ ജോയിൻ ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ പോർച്ചുഗൽ വാർ വന്ന സമയത്ത് ഇദ്ദേഹം അവിടെ വെച്ച് മരിക്കുകയാണ് ചെയ്യുന്നത്. സോ അതും ഒരു പുവർ റിലേഷന് ഇങ്ങനത്തെയും പുവർ റിലേറ്റീവ്സ് ഇദ്ദേഹത്തിന് ഉണ്ട്, ലാംബിന് ഇങ്ങനത്തെയും ഒരു പുവർ റിലേറ്റീവ്സ് ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് മിസ്റ്റർ ഡബ്ല്യു എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ഒരു സ്റ്റോറി ലാംബ് നെറേറ്റ് ചെയ്യാണ് ഈ എസ്സേയിൽ അവസാനം. And Lamb continues his essay by saying that the subject of poor relation is quite uncomfortable. However, he deals with it half comically and half tragically. So ആ ഒരു poor relatives-ന്റെ എല്ലാം കഥകളെല്ലാം തന്നെ ഭയങ്കര അൺകംഫർട്ടബിൾ, ഇദ്ദേഹത്തിന് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യിക്കുന്ന തരത്തിലുള്ള ഒരു കഥകളാണ്. പക്ഷെ എന്നാൽ കൂടെ പകുതി കോമഡിയും പകുതി ട്രാജഡിയും ആയിട്ടാണ് ഇദ്ദേഹം ഈ സ്റ്റോറീസ് എല്ലാം ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ അബൌട്ട് the poor relations, the situations of poor relations. ഇതെല്ലാം പകുതി കോമഡി ആൻഡ് പകുതി ട്രാജഡി കലർന്നിട്ടാണ് അദ്ദേഹം ഈ എസ്സേയിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. And he now narrates the story of his father's poor friend who visited them at dinner every Saturday. He was an old gentleman, neatly dressed in black. Lamb would think him a rich man who worked at money-making industry. And this man encountered an insult from Lamb's aunt when she strapped him a second serving of food, uttering that he must take food as he didn't get it every day. So പിന്നീട് ലാംബ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ അച്ഛന്റെ ഒരു പാവപ്പെട്ട ഒരു ഫ്രണ്ടിനെ പറ്റിയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഈ ഫ്രണ്ട് എന്താന്ന് വെച്ചാൽ എവറി സാറ്റർഡേ ഇവരുടെ കൂടെയാണ് ഡിന്നർ കഴിക്കുന്നത്. സോ ഒരു ഗുഡ് ഓൾഡ് ജെന്റിൽമാൻ ആയിരുന്നു, ഒരു ബ്ലാക്ക് ഡ്രസ് ചെയ്തിരിക്കുന്ന ഒരു ഗുഡ് ഓൾഡ് ജെന്റിൽമാൻ ആയിരുന്നു. ലാംബ് വിചാരിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു റിച്ച് മാൻ ആണ്, ഒരു മണി മേക്കിംഗ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു റിച്ച് മാൻ ആണ് എന്നാണ് ലാംബ് വിചാരിച്ചിരുന്നത്, അദ്ദേഹത്തിനെ പറ്റി വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഈ വ്യക്തി, ആ ഒരു ഗുഡ് ഓൾഡ് ജെന്റിൽമാൻ, ആ ഫ്രണ്ട് ലാംബിന്റെ ആണ്ടിന്റെ അടുത്തുനിന്ന് ഭയങ്കര ഇൻസൾട്ടഡ് ആവുകയാണ് ചെയ്യുന്നത്. എന്താന്ന് വെച്ചാൽ ഇവര് പറഞ്ഞ പോലെ എവറി സാറ്റർഡേ ഡിന്നറിന് ഇവര് മീറ്റ് ചെയ്യാറുണ്ടായിരുന്നു. സോ ലാംബിന്റെ ആണ്ട് സെക്കൻഡ് സെർവിങ്, രണ്ടാമത്തെ വട്ടം അദ്ദേഹത്തിന് ഫുഡ് ഓഫർ ചെയ്തപ്പോൾ ലാംബിന്റെ ആന്റി പറഞ്ഞത് എന്താന്ന് വെച്ചാൽ രണ്ടാമത്തെ വട്ടം കുറച്ചുകൂടി നല്ലോണം ഫുഡ് കഴിക്കണം, കാരണം ഡെയിലി ഇങ്ങനത്തെ ഫുഡ് കിട്ടാറില്ലല്ലോ, ഡെയിലി ഇങ്ങനത്തെ ഫുഡ് അല്ല, ഡെയിലി ഫുഡ് കിട്ടാറില്ലല്ലോ. സോ അതുകൊണ്ട് ഡെയിലി കുറച്ചുകൂടി നല്ലോണം കഴിച്ചോളൂ എന്ന് പറഞ്ഞ് ഇൻസൾട്ട് ചെയ്യാണ് ചെയ്യുന്നത്. The old man didn't say anything on the spot, but avenged his insult in the evening in an argument by emphasizing his poverty by labeling Lamb's aunt as outdated. So അപ്പൊ ആ ഇൻസൾട്ട് കിട്ടിയപ്പോ അദ്ദേഹം ഒന്നും തന്നെ പറഞ്ഞില്ല. പക്ഷെ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ പിന്നീട് ഒരു അവസരം കിട്ടിയപ്പോ ഇവരും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു ആർഗ്യുമെന്റില്
അദ്ദേഹത്തിന്റെ ദാരിദ്ര്യത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ആർഗ്യുമെന്റിൽ തിരിച്ച് റിവെഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. കാരണം ലാമ്പിന്റെ ആന്റിനെ ഔട്ട്ഡേറ്റഡ് ആണ് എന്ന് പറഞ്ഞ് തിരിച്ച് ലാമ്പിന്റെ ആന്റിനെ ഇൻസൾട്ട് ചെയ്യാണ് ഈ വ്യക്തി ചെയ്യുന്നത്. And this poor man died soon, leaving behind money enough money for his burial. So ഈ വ്യക്തി എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ അദ്ദേഹം പിന്നീട് മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ബറിയറിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ബാക്കി ക്രിയകൾ ചെയ്യുന്ന ആ ബറിയറിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ ബാക്കി മാറ്റി വെച്ചിട്ടാണ് ഇദ്ദേഹം മരിച്ചത്. Lamb here emphasizes on the dignity of a man that he left enough money so that he won't be indebted to anybody after his death. He lands the poor relations on the note of respect and self-esteem. So ഇദ്ദേഹം ഈ എസ്സേ അവസാനിപ്പിക്കുന്നത് ഈ സ്റ്റോറിയിൽ വെച്ചാണ് അവസാനിപ്പിക്കുന്നത്. കാരണം ആ പുവർ മാൻ കുറച്ച് മണി അദ്ദേഹത്തിന്റെ ബറിയറിന് വേണ്ടിയിട്ട് കുറച്ച് മണി മാറ്റി വെച്ചിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പൊ എന്താണ് പറയുന്നത് വെച്ചാൽ ആ പുവർ മാൻ അദ്ദേഹത്തിന്റെ ഡിഗ്നിറ്റി കീപ്പ് ചെയ്തു. കാരണം അദ്ദേഹം മരിച്ചു പോകുമ്പോഴും ബാക്കി ആരോടും കടം വെക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഒരു കടക്കാരനായിട്ട് മരിക്കണ്ട എന്നുള്ള ഒരു ലെവലിലാണ് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ബറിയറിന് വേണ്ടിയിട്ട് കുറച്ച് മണി മാറ്റി വെച്ചിട്ട് അദ്ദേഹം മരിച്ചത്. സോ അങ്ങനെ ഓൺ ദ നോട്ട് ഓഫ് റെസ്പെക്ട് ആൻഡ് സെൽഫ് റെസ്പെക്ട് ആൻഡ് സെൽഫ് എസ്റ്റീം, ഈ രണ്ട് ടോപ്പിക്സ് അല്ലെങ്കിൽ ഈ രണ്ട് തോട്ട്സ് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഈ പുവർ റിലേഷൻസ് എന്ന് പറഞ്ഞ എസ്സേ അവസാനിപ്പിക്കുന്നത്. സോ ഇതാണ് ലാമ്പിന്റെ പുവർ റിലേഷൻസ് എന്ന് പറഞ്ഞ എസ്സേ. അതായത് പുവർ റിലേഷൻസിനെ പറ്റി ഓരോ ടൈപ്പ് ക്യാരക്ടേഴ്സ് ഓരോരുത്തരുടെ വീട്ടിലും ഉണ്ടാവും. സോ അതിന് അദ്ദേഹം കടന്നു വന്ന അല്ലെങ്കിൽ അദ്ദേഹം മീറ്റ് ചെയ്ത കുറച്ച് പുവർ റിലേഷൻസിന്റെ സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ എസ്സേ എഴുതിയിരിക്കുന്നത്. സോ that is all about the poor relations essay. And next വില്യം ഹാസ്ലിറ്റിന്റെ The Fight എന്ന് പറഞ്ഞ essay ആണ് ഡിസ്കസ് ചെയ്യുന്നത്. So The Fight എന്ന് പറഞ്ഞ essay. So about William Hazlitt. William Hazlitt was a preeminent man of letters, essayist, philosopher, art critic, literary critic and social analyst. So letters, a man of letters, preeminent man of letters എന്ന് പറഞ്ഞാൽ അദ്ദേഹം നല്ലൊരു essayist ആയിരുന്നു, philosopher ആയിരുന്നു, art critic ആയിരുന്നു, literary critic ആയിരുന്നു, and he was also a social analyst. He was as well a practitioner as he was a painter of considerable ability. So അദ്ദേഹം ഒരു പെയിന്റർ കൂടിയായിരുന്നു. And inmate of such figures Charles Lamb, Mary Lamb, Wordsworth, Coleridge, Stendhal, ഇങ്ങനത്തെ ഈ എല്ലാ ലിറ്റററി ഫിഗേഴ്സിന്റെ കൂടെ ജീവിച്ച ഒരു വ്യക്തിയാണ് ഹാസ്ലിറ്റ്, വില്യം ഹാസ്ലിറ്റ് എന്ന് പറഞ്ഞ വ്യക്തി. As well as deeply acquainted with the world of Parisian art. Hazlitt also knew the seamier side of urban life as he frequented prostitutes because he felt uncomfortable around women of his own class. So Parisian ആർട്ടിന്റെ ഒരു നല്ല നോളജ് ഉള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു വില്യം ഹാസ്ലിറ്റ്. ആൻഡ് ഓൾസോ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ വിസിറ്റ് ചെയ്യാറുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന് ചുറ്റുമുള്ള സ്ത്രീകളിന് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരുന്നു. അവർക്ക് അങ്ങനത്തെ സ്ത്രീകളെ അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഫ്രീക്വന്റ് ആയിട്ട് പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ വിസിറ്റ് ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. And despite his skills as a writer and artist, Hazlitt was a difficult man to know, and like over time and many his friendships fell apart. So ഒരു റൈറ്റർ അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് എന്നതിന് പുറമെ ഹാസ്ലിറ്റ് എന്ന് പറഞ്ഞ വ്യക്തിനെ ബാക്കി എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഫ്രണ്ട്ഷിപ്സ് എല്ലാം കാലങ്ങൾ കടന്നു പോകുന്തോറും ഇല്ലാതായി പോയ ഫ്രണ്ട്ഷിപ്സ് ആണ് അദ്ദേഹത്തിന് കൂടുതലും ഉള്ളത് എന്നാണ് പറയുന്നത്. And The Fight is arguably his most famous essay. Certainly it is one of the most famous pieces of writing, not only about boxing but about any sport. ഈ ഫൈറ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഒരു എസ്സേ ആണ്. ആൻഡ് ഓൾസോ ഈ ഫൈറ്റ് എന്ന് പറഞ്ഞ എസ്സേ ബോക്സിങ്ങിനെ പറ്റിയാണ് ഈ എസ്സേ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ബോക്സിങ്ങിന് മാത്രമല്ല, വേറെ ഏതൊരു സ്പോർട്ടിനെ പറ്റി വേറെ ഏതൊരു സ്പോർട്ട് കൺസിഡർ ചെയ്താലും അതിൽ ഒരു ബെസ്റ്റ് എസ്സേ എന്ന് പറയുന്നത് The Fight എന്ന് പറഞ്ഞ എസ്സേ ആണ്. And the fight described in the essay took place on Hungerford Common on December 11, 1821. December 11, 1821 ഹംഗർഫോർഡ് കോമണിൽ വെച്ച് നടന്ന ഒരു ഫൈറ്റ്, ഒരു ബോക്സിംഗ് ഫൈറ്റ് ആണ് ഈ എസ്സേയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഈ ബോക്സിംഗ് ഫൈറ്റ് നടന്നിരുന്നത് ബിൽ നീറ്റ് എന്ന് പറയുന്ന ഹംഗർഫോർഡിലെ ഒരു ബച്ചർ ആയിരുന്നു. ആൻഡ് ബിൽ നീറ്റും
ടോം ഹിക്മനും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആണിത്. ഈ ഒരു ഫൈറ്റിനെയാണ് ഈ ഫൈറ്റ് എന്ന് പറഞ്ഞ എസ്സേയില് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ടോം ഹിക്മാനെ അപ്പൊ വിളിച്ചിരുന്ന അവര് ടോം ഹിക്മാനെ നോർമലായിട്ട് ഗ്യാസ് ലൈറ്റ് മാൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, സോ ഇവര് രണ്ടുപേരും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആണ് ഈ എസ്സേയില് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. And it must be remembered that prize fighting, though tremendously popular in Regency England, was illegal at this time. So the location of fights was always something of a mystery, a rumor, a tip, or some sort of inside job for the pilgrims journeying to see them. So ഈ പ്രൈസ് ഫൈറ്റിംഗ്, പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഫൈറ്റിംഗ് എന്ന് പറയുന്നത് ഭയങ്കര പോപ്പുലർ ആയിരുന്നു. റീജൻസി ഇംഗ്ലണ്ടിൽ ഭയങ്കര പോപ്പുലർ ആയിരുന്നു. പക്ഷെ എന്നാലും കൂടെ ഇത് ഇല്ലീഗൽ ആയിരുന്നു. ആ കാലഘട്ടത്തിൽ ഇത് ഭയങ്കര ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. സോ അങ്ങനെ ഇല്ലീഗൽ ആയ ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ ഇത് നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ആർക്കും അറിയാത്ത ഒരു സ്ഥലമായിരുന്നു. സോ അത് എവിടെയാണ് നടക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് നടക്കുന്നത് എന്നെല്ലാം ആർക്കും അറിയാത്ത അല്ലെങ്കിൽ ഭയങ്കര നോട്ടീസ് അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് ചെയ്യാത്ത ഒരു സംഭവമായിരുന്നു ഈ പ്രൈസ് ഫൈറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇത് ഇങ്ങനെയാണ് അവിടെ നടന്നത്. ഇതേ സംഭവമാണ് ആ എസ്സേയില് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. And 22,000 people attended this particular match. So ഇങ്ങനെ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ പ്രൈസ് ഫൈറ്റിംഗ് അല്ലെങ്കിൽ അവിടെ നടന്നിരുന്ന ബോക്സിംഗ്. പക്ഷെ അത് ഇല്ലീഗൽ ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഭയങ്കര അഡ്വർടൈസ്മെന്റ് ഒന്നും ചെയ്തിരുന്നില്ല. സോ എന്നാൽ കൂടെ അവിടെ 22,000 people ആണ് ആ പെർട്ടിക്കുലർ മാച്ച് കാണാൻ വേണ്ടി വന്നത്. And this was Hazlitt's first prize fight. Yet he speaks like a seasoned spectator and gives the reader an insider view of the world of the fancy, the habitues, aficionados, denizens, and patrons of the world of prize fighting. So ഹാസ്ലിറ്റിന്റെ ആദ്യത്തെ പ്രൈസ് ഫൈറ്റിംഗ് ആയിരുന്നു ഇത്. ഹാസ്ലിറ്റ് കാണാൻ പോയ ആദ്യത്തെ പ്രൈസ് ഫൈറ്റിംഗ് ആയിരുന്നു ഇത്. പക്ഷെ എന്നാൽ കൂടെ സ്പെക്ടേറ്റേഴ്സിന് അല്ലെങ്കിൽ ഡെയിലി പ്രൈസ് ഫൈറ്റിംഗ് കാണുന്ന അല്ലെങ്കിൽ എപ്പോഴും പ്രൈസ് ഫൈറ്റിംഗ് കാണുന്ന ഒരാളുടെ തരത്തിലാണ് ഹാസ്ലിറ്റ് റീഡേഴ്സിന് ഫ്രണ്ടിൽ ഈ പ്രൈസ് ഫൈറ്റിംഗ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഹിസ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ആക്ച്വൽ ബോർഡ് ഇസ് ആസ് ഗുഡ് ആസ് എനിത്തിങ് പിയേഴ്സ് അഗാൻ, ദ പ്രീമിയർ ബോക്സിംഗ് ജേർണലിസ്റ്റ് ഓഫ് ദി ഡേ കുഡ് ഹാവ് റിട്ടൺ. അപ്പൊ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ബോക്സിംഗ് ജേർണലിസ്റ്റ് ആയിരുന്നു പിയേഴ്സ് അഗാൻ എന്ന് പറഞ്ഞ വ്യക്തി. സോ അദ്ദേഹത്തിന്റെ റൈറ്റിംഗ് പോലെ തന്നെ അദ്ദേഹത്തിന്റെ ഡിസ്ക്രിപ്ഷൻ പോലെ തന്നെ ഭയങ്കര ആക്ച്വൽ ആയിട്ടും ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടും പറഞ്ഞ ഒരു എസ്സേ കൂടിയായിരുന്നു ഹാസ്ലിറ്റിന്റെ ദ ഫൈറ്റ് എന്ന് പറഞ്ഞ എസ്സേ. ആൻഡ് അണ്ടർ ദ റൂൾസ് ഓഫ് പ്രൈസ് ഫൈറ്റിംഗ് അറ്റ് ദാറ്റ് ടൈം റെസ്ലിംഗ്, ഹയർ പുള്ളിംഗ്, ബട്ടിംഗ്, ട്രിപ്പിംഗ് ആൻഡ് ഹോൾഡിംഗ് were all legal tactics. സോ അപ്പോ ഉണ്ടായിരുന്ന ഈ പ്രൈസ് ഫൈറ്റിംഗ് അല്ലെങ്കിൽ ഈ ബോക്സിംഗിന്റെ റൂൾസിന്റെ ഇടയിൽ റെസ്ലിംഗ്, ഹെയർ പുള്ളിംഗ്, ബട്ടിംഗ്, ട്രിപ്പിംഗ് ആൻഡ് ഹോൾഡിംഗ് എല്ലാം ഭയങ്കര ലീഗൽ ആയിട്ടുള്ള ഭയങ്കര കറക്റ്റ് ആയിട്ടുള്ള ടാക്ടിക്സ് ആയിരുന്നു ഈ പ്രൈസ് ഫൈറ്റിംഗിൽ. ആൻഡ് a round ended when one of the combatants was knocked down or fell down. സോ ഒരു റൗണ്ട് എൻഡ് ആവുന്നത് എപ്പോഴാണ്? ഇവര് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു റൗണ്ട് എൻഡ് ആവുന്നത് അതിൽ ഒരു വ്യക്തി ഫൈറ്റ് ചെയ്തിരിക്കുന്നതിൽ രണ്ടുപേരിൽ ഒരു വ്യക്തി താഴെ വീഴപ്പെടുക അല്ലെങ്കിൽ അവരെന്നെ അടിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്താലാണ് ആദ്യത്തെ റൗണ്ട് എൻഡ് ആവുന്നത്. അങ്ങനെ ആദ്യത്തെ റൗണ്ട് എൻഡ് ആയി കഴിഞ്ഞാൽ ഇവർക്ക് 30 സെക്കൻഡ് ടൈം കൊടുക്കും. അങ്ങനെ 30 സെക്കൻഡ് ടൈം കൊടുത്തു കഴിഞ്ഞാൽ രണ്ടുപേരും രണ്ട് കോർണറിൽ പോയി ഒന്ന് വാമപ്പ് ആയി പിന്നീട് ആ 30 സെക്കൻഡ് ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ അഗൈൻ സ്റ്റേജിന്റെ നടുവിലോട്ട് വരും. അങ്ങനെ നടുവിലോട്ട് വരും. അതേപോലെ തന്നെ ആ മിഡിലില് ആ റിങ്ങിന്റെ മിഡിലിൽ ഒരു ലൈൻ വരച്ചിട്ടുണ്ടാവും. അങ്ങനെ ആ ലൈൻ വരച്ചിട്ടാണ് ആ 30 സെക്കൻഡ്സിന് ശേഷം ആ മാച്ച് അഗൈൻ കണ്ടിന്യൂ ചെയ്യുന്നത്. A fight ended when one of the combatants was unable to continue. അതിൽ ഒരു കോമ്പാറ്റന്റ് ഫൈറ്റ് ചെയ്യുന്നതിൽ രണ്ടുപേരിൽ ഒരാൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ ആവുമ്പോഴാണ് ആ ഫൈറ്റ് അവിടെ എൻഡ് ആവുന്നത്. ആൻഡ് ഓൾസോ ഫൈറ്റിന്റെ ഇടയിൽ രണ്ടുപേരും ഗ്ലൗസ് യൂസ് ചെയ്യാൻ പാടില്ല. ആൻഡ് ഓൾസോ നോ ദാറ്റ് New Eloise that Hazlitt mentions at the end of the essay as the reading matter of one of the fancy is the novel Julie or the New Eloise by Jean-Jacques Rousseau. So Jean-Jacques Rousseauടെ ജൂലി ഓർ ദ ന്യൂ എലോയ്സി എന്ന് പറഞ്ഞ ആ ഒരു നോവലാണ് ഇദ്ദേഹം ഹാസ്ലിറ്റ് ഈ എസ്സേയുടെ അവസാനം മെൻഷൻ ചെയ്തിരിക്കുന്ന ന്യൂ എലോയ്സി എന്ന് പറഞ്ഞ ആ ഒരു എസ്സേ. And Norman Mailer in his 1975 book, The Fight, about the 1974 championship bout between Muhammad Ali and George Foreman in Zaire, structurally mimicked Hazlitt's essay clearly as an act of homage. So, Norman Mailer 1975 book ആയിട്ടുള്ള The Fight എന്ന് പറഞ്ഞ ബുക്കിൽ
ആ ഫൈറ്റ് എന്ന് പറഞ്ഞ ബുക്കിലും എന്താണ് മുഹമ്മദ് അലിയും ജോർജ് ഫോർമാനും ജെയറിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ചാമ്പ്യൻഷിപ്പ് മീറ്റ്സ് ഈ ഒരു ഫൈറ്റിനെ പറ്റിയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അതിലും ഹാസ്ലിറ്റിന്റെ ഈ എസ്സേയുടെ ഒരു മിമിക്കാണ് കാണുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇതിൽ രണ്ട് പേര് നമ്മൾ പറഞ്ഞ ഈ ഫൈറ്റ് എന്ന് പറഞ്ഞ ഈ എസ്സേയിൽ ഫൈറ്റ് ചെയ്തിരിക്കുന്ന രണ്ടുപേര് മിൽനീറ്റ് ആൻഡ് ഗ്യാസ്മൻ ഹിക്മൻ, ടോം ഹിക്മൻ. ടോം ഹിക്മനെ പറയുന്നതാണ് ഗ്യാസ്മൻ അല്ലെങ്കിൽ ഗ്യാസ് ലൈറ്റ്മൻ. സോ ബിൽനീറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഹെവി ആയിട്ടുള്ള ഭയങ്കര ലോങ് ആംഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ബട്ട് ഗ്യാസ്മൻ അല്ലെങ്കിൽ ഹിക്മാൻ എന്ന് പറഞ്ഞ വ്യക്തി വാസ് ഇംപ്യൂഡന്റ് ആൻഡ് റൂഡ്. സോ ഇതായിരുന്നു അവരുടെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഗ്യാസ്മാൻ കെയിം ഫോർവേഡ് വിത്ത് എ കോൺഷ്യസ് എയർ ഓഫ് ആന്റിസിപ്പേറ്റഡ് ട്രംഫ്. നീറ്റ് ലുക്ക് ലൈക്ക് ജാക്സ് ഹിക്മാൻ വാസ് ലൈറ്റ്, വിഗ്രസ് ആൻഡ് എലാസ്റ്റിക്. സോ നീറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ലൈറ്റ് ആയിരുന്നു, വിഗറസ് ആയ ഭയങ്കര എലാസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ആൻഡ് ഇൻ ദ ഫസ്റ്റ് റൗണ്ട്, ആദ്യത്തെ റൗണ്ട് അവസാനത്തിൽ തന്നെ ഇവര് വിചാരിച്ച നീറ്റ് വാസ് ഡൗൺ, നീറ്റ് വീണുപോയി. അപ്പൊ തന്നെ ഇവര് എല്ലാരും വിചാരിച്ചത് എന്താണ്, ഗെയിം അവസാനിച്ചു എന്നാണ് വിചാരിച്ചത്. പക്ഷെ എന്നാലും ഗ്യാസ്മൻ ഭയങ്കര ഫ്ലൂ അറ്റ് നീറ്റ് ലൈക്ക് എ ടൈഗർ. സോ ഭയങ്കര വിഗറസ് ആയിട്ട് ഭയങ്കര റൂഡായിട്ട് ഭയങ്കര വിഗറസ് ആയിട്ട് ഇവർ രണ്ടുപേരും തമ്മിൽ അറ്റാക്ക് നടക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം ഭയങ്കര രസമായിട്ട് ഹാസ്ലിറ്റ് എസ്സേയിൽ പറയുന്നുണ്ട്. ആൻഡ് ആഫ്റ്റർ 1 or 2 rounds ഹിക്മാൻസ് 2-3 റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഹിക്മാന്റെ സ്ട്രെങ്ത് എല്ലാം ഭയങ്കര വീക്കെൻഡ് ആയിപ്പോയി. ആൻഡ് അഗൈൻ ഇവർ 30 seconds കൊടുക്കുമ്പോൾ അവർ വാമപ്പായി പിന്നെയും അവർ തമ്മിൽ രണ്ടാളും തമ്മിൽ ഭയങ്കരമായിട്ട് അടി നടക്കുമായിരുന്നു. ആൻഡ് അവസാനം 17th അല്ലെങ്കിൽ 18th റൗണ്ടിന്റെ അവസാനം ഗ്യാസ്മാൻ അല്ലെങ്കിൽ ടോം ഹിക്മാൻ വാസ് കിക്ക്ഡ് ഡൗൺ. അദ്ദേഹം തോറ്റു. ആൻഡ് അങ്ങനെ തോറ്റു അദ്ദേഹത്തിന് എണീക്കാൻ പറ്റാതെ ആയപ്പോഴാണ് ആ ബാറ്റിൽ അവിടെ അവസാനിക്കുന്നത്. ബിൽ നീറ്റ്സ് ആണ് ഫൈറ്റ് വിൻ ചെയ്തത്. സോ ഇതാണ് ആ ഫൈറ്റിനെ പറ്റി അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. സോ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ദ ഫൈറ്റ് എന്ന് പറഞ്ഞ എസ്സേയില് മെയിൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് യൂണിറ്റ്, പുവർ റിലേഷൻസ് ആൻഡ് ദ ഫൈറ്റ്സ്. പുവർ റിലേഷൻസ് ബൈ ചാൾസ് ലാംബ് ആൻഡ് ദ ഫൈറ്റ്സ് ബൈ വില്യം ഹാസ്ലിറ്റ്. Yeah, that's all about the second unit, and that's